സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്താണ്? പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്ന് പറയുന്നത് ഡ്രീമിങ്, സ്വപ്നങ്ങൾ കാണുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അതാണ് നമ്മളെ സ്വപ്നം കാണിക്കുന്നത്. ഉറങ്ങുന്ന സമയത്ത് ഉണർന്നിരിക്കുമ്പോഴേ അല്ലേ നമുക്ക് ഡ്രീമിങ് വരുന്നത് എന്താണ്? സബ് കോൺഷ്യസ് മൈൻഡാണ്. ഇമോഷൻസ് വരുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. വികാരങ്ങൾ മുഴുവൻ വരുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. വേറെന്താണ്? ഹീലിംഗ്. നമ്മുടെ ശരീരത്തെ ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് സബ് കോൺഷ്യസ് മൈൻഡിന്. സബ് കോൺഷ്യസ് മൈൻഡിൽ നല്ല ചിന്തകളാണ് ഉള്ളത് എങ്കിൽ അതിനനുസരിച്ച് അസുഖങ്ങൾ മാറുള്ളൂ. ചില ആൾക്കാർ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാലും അസുഖങ്ങൾ മാറില്ല. വൈ? അവരുടെ വിശ്വാസം ശരിയല്ല. വിശ്വാസമുള്ള സ്വാഭാവികമായിട്ട് ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഡോക്ടറെ അടുത്ത് പോയാൽ തന്നെ അസുഖം മാറും. അതിന്റെ കാരണം മരുന്നൊന്നും കഴിക്കണമെന്നില്ല, അസുഖം മാറും. കാരണം എന്താണ്? കാരണം ആ വിശ്വാസമാണ്, മാറുമെന്നുള്ള വിശ്വാസം. മാറുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അസുഖം മാറും. മാറുവോ ഇല്ലേ എന്നുള്ള വിശ്വാസമാണെങ്കിൽ അസുഖം മാറില്ല. അപ്പം ഹീലിംഗ് പവർ എന്തിനുണ്ട്? സബ് കോൺഷ്യസ് മൈൻഡിനുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഹെൽത്ത്. നമ്മുടെ ആരോഗ്യം നിയന്ത്രിക്കുന്നത്, അസുഖങ്ങൾ ഉണ്ടാവോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത് എന്താണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് പ്രാധാന്യമുണ്ട്, അതിന്റെ വിശ്വാസത്തിന് പ്രാധാന്യമുണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ ശക്തിയെ നിയന്ത്രിക്കുന്നത് എന്താണ്? സബ് കോൺഷ്യസ് മൈൻഡാണ്. നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ട്, എനിക്ക് അസുഖങ്ങളൊന്നും വരില്ല, ഞാൻ ഫിറ്റാണ് എന്നുള്ള വിശ്വാസം ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ വിശ്വാസത്തിനനുസരിച്ച് എന്ത് ചെയ്യും? നമുക്ക് അസുഖം വരാതെ നമുക്ക് കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ പറ്റും. എൻ്റെ ഇമ്മ്യൂണിറ്റി അപാരമാണ്, ശക്തമാണ് എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹ്യൂജ് റിസൾട്ട് ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. സോ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. സബ് കോൺഷ്യസ് മൈൻഡിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? കോൺഷ്യസ് മൈൻഡ് പ്രോസസ് 40 എൻവയോൺമെന്റൽ സ്റ്റിമുലി പെർ സെക്കൻഡ്. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടന്നു വരുന്ന എൻവയോൺമെന്റൽ സ്റ്റിമുലി, അതായത് നമ്മുടെ ചുറ്റുപാടുകളിലും നടക്കുന്ന, നമ്മളിപ്പോൾ കാണുന്ന കേൾക്കുന്ന കുറേ ശബ്ദങ്ങളുണ്ട്. അത് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമുക്ക് ഒരു പെർ സെക്കൻഡിൽ 40 സ്റ്റിമുലിയെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. 40 കോൺഷ്യസ് മൈൻഡ് കൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഒരു സെക്കൻഡിൽ മാക്സിമം പറ്റുന്നത് 40 എണ്ണമാണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇതിന്റെ സ്റ്റിമുലി എന്ന് പറഞ്ഞാൽ അതിന്റെ സംവേദങ്ങൾ, അതിന്റെ മെസ്സേജുകൾ പാസ് ചെയ്യുന്നത്, അതിന്റെ ഡാറ്റ, ആ ഡാറ്റ പാസ് ചെയ്യുന്നത് ഒരു കാര്യം കാണുമ്പോൾ ആ കാര്യം നമ്മൾ ശരിക്കും ശ്രദ്ധയോട് കൂടി കോൺഷ്യസ് മൈൻഡോട് കൂടി നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിടുന്ന എത്രയേ ഉള്ളൂ? 40 ഉള്ളൂ. നമുക്ക് പരമാവധി കഴിയും അത്രയേ ഉള്ളൂ. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എത്രയാണ്? എത്ര പ്രോസസ് ചെയ്യാൻ പറ്റും? 20 മില്യൺ എൻവയോൺമെന്റൽ സ്റ്റിമുലി പെർ സെക്കൻഡ്. 20 മില്യൺ ആണ്. അപ്പൊ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും അതെന്താണ് പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി സബ് കോൺഷ്യസ് മൈൻഡിനുണ്ട്. ആ ഒരു പ്രോസസ്സ് ചെയ്യാനുള്ള ആ കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ കപ്പാസിറ്റി ഉള്ള മൈൻഡിലെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കേൾക്കുന്ന കോൺഷ്യസ് മൈൻഡ് കൊണ്ട് കേൾക്കുന്ന അറിവുകൾക്ക് അപ്പുറത്തേക്ക് എന്തൊക്കെയോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വലിച്ചു കയറ്റുന്നുണ്ട് അൺകോൺഷ്യസ്ലി. കാരണം എന്താണ്? നിങ്ങൾ ഇവിടെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, നിങ്ങൾ ക്ലാസ്സിലാണ് ശ്രദ്ധിക്കുന്നത്, പക്ഷേ ഇത് നിങ്ങൾക്കൊരു മെസ്സേജ് തരുന്നുണ്ട്. ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കൊരു മെസ്സേജ് തരും, നിങ്ങൾക്ക് അറിയില്ല. ഈ ഒരു കോട്ടുകൾ നിങ്ങൾക്കൊരു മെസ്സേജ് തരുന്നുണ്ട്, അത് നിങ്ങൾ അറിയാതെയാണ് പ്രവേശിക്കുന്നത്. ഈ ഡ്രസ്സ് നിങ്ങൾക്കൊരു മെസ്സേജ് തരുന്നു, എൻ്റെ പുഞ്ചിരി നിങ്ങൾക്കൊരു മെസ്സേജ് തരുന്നുണ്ട്, എൻ്റെ ടോൺ നിങ്ങൾക്കൊരു മെസ്സേജ് തരുന്നുണ്ട്, എൻ്റെ വേഗത നിങ്ങൾക്കൊരു മെസ്സേജ് തരുന്നുണ്ട്. യു ഡോണ്ട് നോ ദാറ്റ്, യു ആർ പിക്കിംഗ് ഇറ്റ് അപ്പ്. ഇറ്റ്സ് കോൾഡ്, അതിനെ പറയുന്നത് എന്താണ്? സബ്ലിമിനൽ മെസ്സേജിങ് എന്ന് പറയും. ഈ സബ്ലിമിനൽ മെസ്സേജിങ് ഹ്യൂജ് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്, നിങ്ങൾ അറിയാതെ കടത്തിവിടുന്ന ഇൻഫർമേഷൻസ്. അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് വെച്ചാൽ സിനിമകളിലൊക്കെ കാണാൻ നിങ്ങൾക്ക് ചില പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. പ്രോഡക്റ്റ് പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളൊരു സിനിമയിൽ ഒരു സീന് കാണുന്നുണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ അത്ര വ്യക്തമല്ലാത്ത രീതിയിൽ ഒരു പെപ്സിയുടെ ബോർഡ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ പെപ്സിയുടെ ആ ബോർഡ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഒരു സബ്ലിമിനൽ മെസ്സേജിങ്. നിങ്ങൾ അറിയാതെ നിങ്ങളിലേക്ക് പെപ്സിയുടെ മാർക്കറ്റിംഗ് നടത്തുക. നിങ്ങൾ അറിഞ്ഞിട്ട് പരസ്യം കാണുന്നില്ല, അറിയാതെ നിങ്ങൾ അതിന് അഡിക്റ്റ് ആയി പോകും. കാരണം സബ് കോൺഷ്യസ് മൈൻഡിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് പോകും. നേരിട്ടൊരു പരസ്യം കാണുന്നതിനെക്കാട്ടിലും പവറാണ് അറിയാതെ നിങ്ങൾ കാണുന്ന ഒരു പരസ്യം. അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രവേശിക്കും, നിങ്ങൾ അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. ഇത് എവിടുന്ന നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ആശയങ്ങളൊക്കെ വരുന്നത് എവിടുന്ന? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. അപ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിനെ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ട ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വായിക്കണം എന്നില്ല, വായനയും കാര്യങ്ങൾക്കൊക്കെ പുറമെ അതല്ലാത്ത നല്ല നല്ല ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ലോട്ട് ഓഫ് ഐഡിയാസ് ലൈക്ക് ഫ്ലാഷസ്.
നമുക്ക് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഐഡിയാസ്, വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ടെക്നിക്സുകൾ, സീക്രട്സുകൾ, ആശയങ്ങൾ, ഐഡിയാസ്, നല്ല നല്ല ഐഡിയാസ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് നന്നായിട്ട് ഉപയോഗിക്കുന്ന ആൾക്ക് ഇത് വരുള്ളൂ. അതങ്ങോട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഓപ്പൺ ആയാണ്ടല്ലോ, പിന്നെ അൺലിമിറ്റഡ് ഫ്ലോ ഓഫ് ഐഡിയാസ് ആയിരിക്കും, അപാരമായ എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിന്റെ കഴിവാണിത്. മൈൻഡ് പവറിൽ നമ്മൾ ഇതെല്ലാം പഠിക്കണം. നെക്സ്റ്റ് എന്താണ്? ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ്. എന്ത് ചെയ്യും? ഇത് ഒരുപാട് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യും സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് എന്ത് ചെയ്യണം? അവസരങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുപാട് അബണ്ടൻസ് ഉണ്ട്, അവസരങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അവന് അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവൻ്റെ മനസ്സിൽ എന്ത് ചെയ്യാണ്? വിശ്വാസമൊന്നുമില്ല, നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയാണ്. അവന് ഈ ഒരു ലോജിക്കൽ മൈൻഡ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ അവന് അവസരങ്ങൾ ഉണ്ടാവില്ല. ലോജിക്കൽ മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് ഓവറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് അധികം നെഗറ്റീവായി പോകും. യുക്തി മാത്രം ഉപയോഗിക്കുന്ന വ്യക്തിയായി പോകും. അതാവരുത്. സബ് കോൺഷ്യസ് മൈൻഡിലാണ് നിങ്ങളുടെ വിശ്വാസങ്ങൾ കിടക്കുന്നത്, നിങ്ങളുടെ പ്രതീക്ഷകൾ കിടക്കുന്നത്, ഹോപ്പ് കിടക്കുന്നത് കോൺഷ്യസ് മൈൻഡാണ്. ഇനി മറ്റു കാര്യങ്ങൾ എന്താണ്? നിങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ വരുന്നത് എവിടെ നിന്നാണ്? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. നിങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ വരുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ. നിങ്ങളുടെ കറേജ് വരുന്നത് എവിടെ നിന്നാണ്? സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. കോൺഫിഡൻസ് വരുന്നത് എവിടെ നിന്നാണ്? സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഹ്യൂജ് റിസൾട്ട് ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്.